ഹായ് ഫ്രണ്ട്സ്, ഓരവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഏകദേശം 4.75% റാലിയാണ് നിഫ്റ്റി സിംഗിൾ വീക്കിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഏകദേശം ഒരു വളരെ മാസീവായിട്ടുള്ള അല്ലെങ്കിൽ 22,300 നിന്ന് 23,300, അതായത് ഒരു 1000 പോയിന്റ് റാലി എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ വീക്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നിഫ്റ്റിയിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിലും, അതായത് CNX സ്മോൾ ക്യാപ്പ് 100 വന്നാലും നമുക്ക് ഏകദേശം 8% അടുത്ത് റാലിയാണ് സിംഗിൾ വീക്കിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം നിയർ 8% അടുത്ത് റാലി തന്നെ നമുക്ക് സിംഗിൾ വീക്കിൽ കാണാൻ വേണ്ടി സാധിച്ചു. വളരെ മാസീവായിട്ടുള്ള ഒരു റാലിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. മാർക്കറ്റിലൊരു സ്ട്രോങ് റിവേഴ്സൽ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നിഫ്റ്റിയിൽ 23,750 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 700 to 800 എന്ന് പറയുന്ന സോൺ, അതായത് ഈ ഒരു സോണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് വീക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് വീക്ക് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിവിടെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ വരച്ചുകൊണ്ട് തന്നെ ഈ ഒരു 23,750 റേഞ്ചിന് മുകളിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്സൈഡിലുള്ളൊരു പൊട്ടൻഷ്യലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിഫ്റ്റി 24 എത്തിയ സമയത്ത് നമ്മൾ മാർക്കറ്റ് ഏകദേശം ബോട്ടം ഔട്ട് ആകാനായി എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സൽ പോസിബിലിറ്റിയും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പേഴ്സണലി ഞാൻ എൻ്റെ പൊസിഷൻസ് എല്ലാം തന്നെ ഇവിടെ ഒരു 22,000 വന്ന് സപ്പോർട്ട് എടുത്ത് കാണിച്ച സമയത്ത് ഏകദേശം നിയർ 22,500 ലെവലിൽ തന്നെ ഞാൻ എൻ്റെ പൊസിഷൻസ് ഒക്കെ ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇപ്പം നിലവിലുള്ള ഒരു ക്യാപിറ്റൽ 100% വേണമെങ്കിൽ ഞാൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാം. ഞാനതിൻ്റെ മാർക്കറ്റ് റാലി നടത്തിയ സമയത്ത് നമ്മുടെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട്, മീൻസ് പോർട്ട്ഫോളിയോ എത്ര ശതമാനം പോസിറ്റീവ് ആണ് എന്നൊക്കെയുള്ളത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുൻപോട്ട് ഉള്ള പ്രധാന റെസിസ്റ്റൻസ് സോണുകൾ ഇല്ലെങ്കിൽ മുൻപോട്ടുള്ള പ്രധാന ഹഡിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏപ്രിൽ 2-ാം തീയതി റെസിപ്രോക്കൽ താരിഫ് നിലവിൽ വരും എന്നുള്ള ന്യൂസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏപ്രിൽ 2 എനിക്ക് തോന്നുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ് തന്നെയാണ്. അതായത് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എത്ര പെർസെൻറ്റേജാണോ അമേരിക്കയുടെ എന്താ പറയുക ഉൽപ്പന്നങ്ങളുടെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അതേ അനുപാതത്തിൽ തന്നെ ഈക്വലായിട്ട് അമേരിക്ക നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് മുകളിലും, ഇന്ത്യയുടെ മാത്രമല്ല അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റിനെ എത്രത്തോളം പോസിറ്റീവ് ഓർ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി കണ്ടറിയണം. ഏപ്രിൽ 2-ാം തീയതിയാണ് അത് നിലവിൽ വരുന്നത്. ഇനി നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു 23,500 തന്നെയാണ്. അതായത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഒരു സോൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ്. നിഫ്റ്റി ആ ഒരു സോണിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുത്തിട്ടും ഉള്ളത്. കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് ചെറിയ രീതിയിലൊരു സപ്പോർട്ട് എടുത്തതാണ്. ഇലക്ഷൻ്റെ സമയത്തുള്ള ആ ഒരു ഹൈ തന്നെയാണ് ഇത്. അവിടെ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് സെൽ ഓഫ് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി, വീണ്ടും സെൽ ഓഫ് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി, ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി താഴെ വന്നു, ഫൈനലി വീണ്ടും ഈ ഒരു സോണിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് നമ്മൾ 200 മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 200 മൂവിങ് ആവറേജ് ഉള്ള ഒരു ലെവൽ കൂടിയാണ് ഈ ഒരു 23,400 to 500 എന്ന് പറയുന്ന സോണ്. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നിഫ്റ്റി 50യുടെ 200 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉള്ള ലെവൽ കൂടിയാണ് ഈ ഒരു സോണ്. 23,350 to 550 എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാലും ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ് 23,500. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ബുൾ റണ്ണിന് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മാർക്കറ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള നെക്സ്റ്റ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പേഴ്സണലി വളരെ പെട്ടെന്ന് തന്നെ, അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് വരുന്നു, പിന്നെ ഇങ്ങനെ കയറുന്നു, അങ്ങനെ വളരെ ഷാർപ്പായിട്ട് ഒരു റിവേഴ്സൽ ഞാൻ നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല.
പുതിയ ഒരു ഹൈയിലോട്ട് പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മിനിമം ഒരു 6 months എബോ എടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വ്യൂ. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് മാർക്കറ്റ് വേണം മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ഡിപ്പ് തന്ന് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും കയറി പോവുക. ഇനിയും ഒരു എന്താ പറയുക, ഇത്ര അല്ലെങ്കിൽ കൂടിയും ഇനിയും ഒരു 5 to 6 months എടുക്കും മാർക്കറ്റ് പഴയ ലെവലിലോട്ട് എത്താൻ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അതിനു മുൻപേ മാർക്കറ്റ് മേ ബി ഒരു റിവേഴ്സൽ വന്നിട്ട് ഇങ്ങനെയായിരിക്കും കയറി പോകുന്നത്. വേണമെങ്കിൽ ഒരു 22,800 23,000 ഒക്കെ വേണമെങ്കിലും റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ മാർക്കറ്റിന് ഇനി ഒരിക്കൽ കൂടി തിരിച്ച് ഈ ലെവലിലോട്ട് വരേണ്ടി വന്നാൽ, ഈ ലെവലിന് താഴോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി മാർക്കറ്റിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു കറക്ഷൻ സംഭവിക്കും എന്ന് തോന്നുന്നു. വളരെ വലിയ രീതിയിൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു 10% എങ്കിലും മിനിമം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 10% എന്ന് പറയുമ്പം ഇതിപ്പോൾ 20,800 എന്ന് പറയുന്ന സോണാണ്. അപ്പം മേ ബി ഇതെത്രയാണ്, 2,200 to 2,500. സോ ഈ ഒരു സോണിലോട്ടൊക്കെ വേണമെങ്കിൽ മാർക്കറ്റ് വന്നേക്കാം. മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരികയും ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയും ആണെങ്കിലാണ് ഞാൻ ഈ ഒരു 2,500 എന്ന് പറയുന്ന ലെവൽ, അതായത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1,500 പോയിന്റ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ലെവലിലോട്ട് വരില്ല. ഈ ലെവലിലോട്ട് വരാതെ തന്നെ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ കയറി പോകാനുള്ള സാധ്യത ആണ് അടുത്ത ഒരു പോസിബിലിറ്റി. നമുക്ക് മാർക്കറ്റിൽ 2 പോസിബിലിറ്റി ഉണ്ട്. നമുക്കിത് പറയാൻ വേണ്ടി പറ്റത്തില്ല മാർക്കറ്റ് 100% മുകളിലോട്ട് പോകുമെന്ന്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റാലി റിവേഴ്സൽ വളരെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് നമ്മളുടെ മാർക്കറ്റിൽ. അതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് FIs നെറ്റ് ബയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്സ് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ. മാത്രമല്ല നമ്മളുടെ റുപ്പി കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, റുപ്പി അപ്രിസിയേഷനൊക്കെ നടക്കുന്നുണ്ട്. സോ അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ട്രംപാണ്, ഇനിയും പോളിസീസ് വരാം, ഇനിയും പല കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് മാത്രമല്ല താഴോട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് പേഴ്സണലി ഈ ഒരു 2,500 ആയിരിക്കും. സോ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ബ്രേക്ക് ചെയ്യാതിരിക്കട്ടെ, ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോട്ടെ. എത്രയും പെട്ടെന്ന് മുകളിലോട്ട് പോയാലും അത്രയും സന്തോഷം. പിന്നെ നിഫ്റ്റിയിൽ മാത്രമല്ല റിക്കവറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CNX നമ്മുടെ സ്മോൾ ക്യാപ്പിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളിൽ നോക്കിയാലും മാർക്കറ്റിൽ വളരെ സ്ട്രെങ്ത് ഉള്ള പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം നിഫ്റ്റി മാത്രമാണ് കയറിയത് എന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരാം എന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ പറയുക, വീക്കാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട്, മാർക്കറ്റ് സ്ട്രോങ് ആണ്. അത് പറയാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ നിഫ്റ്റിയിൽ മാത്രമല്ല റിവേഴ്സൽ വന്നത്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാ തരത്തിലും മാർക്കറ്റിലൊരു റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇൻഡിവിജ്വൽ സ്റ്റോക്കുകൾ എടുത്ത് നമ്മൾ നോക്കുമ്പോഴും വളരെ സ്ട്രെങ്ത് കാണാൻ പറ്റും. 10%, 15%, 20% നിരവധി സ്റ്റോക്കുകൾ കയറുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഡെഡായിട്ട് കിടന്നിട്ടുള്ള നമ്മളുടെ എന്താ പറയുക, റെയിൽവേ സ്റ്റോക്കുകളിലായാലും ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ ആയാലും ചെറിയ രീതിയിലുള്ള ഒരു മൊമെൻറ്റം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്കുകളുടെ ചാർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് നമുക്ക് പറ്റത്തില്ല, റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാർട്ടുകൾ ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരായിരുന്നു. നിരവധി സ്റ്റോക്കുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ട് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അൺചേഞ്ച്ഡ് ആയിരുന്നു. വളരെ പോസിറ്റീവായിട്ടായിരുന്നു മാർക്കറ്റ് അതിനും ബിഹേവ് ചെയ്തത്. അപ്പം നമുക്ക് മൊത്തത്തിൽ പോസിറ്റീവ് ന്യൂസാണ് മൊത്തത്തിലുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പം നിഫ്റ്റി ബാങ്ക് ഞാനൊരിക്കൽ ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമ്മളൊരിക്കലും ഒരു സൺഡേ വീഡിയോയിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീക്കിലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. മാർക്കറ്റിൽ ഏറ്റവും വാല്യുവേഷൻ കുറഞ്ഞു നിൽക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നിഫ്റ്റി ബാങ്ക് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെയാണ്. കാരണം മാർക്കറ്റ് നിഫ്റ്റി തന്നെ 16% വീണു, സ്മോൾ ക്യാപ്പ് 21% വീണു, മിഡ് ക്യാപ്പ് 21% വീണു, സ്മോൾ ക്യാപ്പ് 26% വീണ സമയത്തും നമ്മളുടെ നിഫ്റ്റി ബാങ്ക് 12% വീണിട്ടുള്ളൂ. അത് അതിൻ്റെ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ അവിടെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മുടെ മേജർ സപ്പോർട്ടിലൂടെയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഫർദർ വലിയൊരു സെൽ ഓഫ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ വേണ്ടി സാധിച്ചാൽ. പക്ഷേ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ തന്നെ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി കയറി. നിഫ്റ്റി 200 മൂവിങ് ആവറേജിലാണ് ഉള്ളത് എങ്കിൽ എന്താണ്, ബാങ്ക് നിഫ്റ്റി 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മളുടെ മാർക്കറ്റിൽ വാല്യുവേഷൻ കുറഞ്ഞു നിൽക്കുന്ന ഇല്ലെങ്കിൽ നെക്സ്റ്റ് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക്, അതേപോലെ തന്നെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, ഇല്ലെങ്കിൽ ആ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഞാൻ പറയുന്നില്ല. ഇവിടെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിയർ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ നിയർ 52 വീക്ക് ഹൈൻ്റെ അടുത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഈ ഒരു ഇൻഡെക്സ് ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കൊറോണയുടെ ഫാളിന് ശേഷമൊന്നും അത്രത്തോളം പെർഫോം ചെയ്തിട്ടില്ല. ഈ ഒരു ഹൈ എന്ന് പറയുന്നത് 2019 2019 നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 55 അല്ലെങ്കിൽ 65% മാത്രമാണ് അപ്സൈഡ് ഉള്ളത്. അപ്പോൾ 65% എന്ന് പറയുന്നത് കഴിഞ്ഞ 6 വർഷത്തെ കണക്കാണ് പറയുന്നത്. അപ്പം ഒരു 10% ആവറേജ് ഗ്രോത്തേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ അണ്ടർ വാല്യൂഡ് ആണ് ഈ സെക്ടേഴ്സ് എന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഇവിടെ പോയി നമ്മളിനി പി വാല്യുവേഷൻ വെച്ച് നോക്കിയാലും ഇപ്പം നിഫ്റ്റി ഫിനാൻഷ്യൽസ് നോക്കിയാലും അതിൻ്റെ മീഡിയം പിയുടെ താഴെയാണ് അതിപ്പോഴും ഉള്ളത്. ഇവിടെ പി റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഇത് 1 ഇയർ ആണ്. ഒരു 3 ഇയർ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം മീഡിയൻ പി എന്ന് പറയുന്നത് 17.7 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ പി ഇപ്പോഴും ഉള്ളത് എത്രയാണ്, 16.2 ആണ്. അതായത് സ്റ്റിൽ നമ്മൾ പി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ 5 ഇയർ ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഉള്ളത് 19 ആണ്. നമ്മളുടെ ഇൻഡെക്സ് പി ഇപ്പോൾ ഉള്ളത് 16 അപ്പം നല്ല അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ പി റേഷ്യോ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്ക് നോക്കിയാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ഒന്നും കാര്യമായിട്ടുള്ളൊരു റാലി തന്നിട്ടില്ല ഈ ഒരു സെക്ടർ. ഇപ്പം നമ്മൾ ലാസ്റ്റ് 1 ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം പി ഉള്ളത് 14.6 പക്ഷേ ഇൻഡെക്സ് പി ഉള്ളത് 13.3 ഞാൻ ഇവിടെ 5 ഇയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 17.8 മീഡിയം പി ഉള്ളത്. ഇത് എത്രയിലാണുള്ളത്, 12.9 അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള 2 സെക്ടറാണ് ഫിനാൻഷ്യൽ സർവീസും അതേപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഒക്കെ. അതേപോലെ തന്നെ നിഫ്റ്റി IT ഇൻഡെക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി നല്ല രീതിയിലുള്ളൊരു ഫാള് വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ ഡെയിലി ചാർട്ട് എടുത്ത് നമ്മൾ ഹൈയിൽ നിന്ന് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20% കറക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സെയിം സൈഡ് നമ്മൾ നിഫ്റ്റി ITയുടെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 ഇയർ നമ്മൾ പി റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ മീഡിയം പി വരുന്നത് 28.6 ആണ്, ഇപ്പോൾ ഉള്ളത് 27.4 ആണ്. അപ്പം വാല്യുവേഷൻ റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 ശേഷം കാര്യമായിട്ടുള്ളൊരു റാലി ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ നിഫ്റ്റി ബീസ് ഇല്ലെങ്കിൽ ബാങ്ക് ബീസൊക്കെ ഒരു SIP പോലെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. നിങ്ങളിനി വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ റിവേഴ്സിൽ വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇത് കയറി വരുമെന്നൊന്നും വിചാരിക്കരുത്. മാർക്കറ്റ് ചിലപ്പോൾ നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്താലും ഇത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. പക്ഷേ നിങ്ങൾ SIP ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി 1 or 2 ഇയർ 3 ഇയർ കഴിഞ്ഞതിന് ശേഷം ഇതൊരു സ്ട്രെങ്ത്ത് കാണിച്ച് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റിട്ടേൺ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെ നിഫ്റ്റി IT ഇൻഡെക്സിൽ അല്ലെങ്കിൽ IT ബീസിൽ ബാങ്ക് ബീസിലൊക്കെ എനിക്ക് തോന്നുന്നു SIP ചെയ്യുന്നതിൽ അല്ലെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. ചെറിയ രീതിയിൽ അക്യുമുലേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 മൂവിങ് ആവറേജിന് മുകളിൽ ജസ്റ്റ് 700 സ്റ്റോക്സ് മാത്രമാണ് ഉള്ളത്. അപ്പം മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട്, റിക്കവറായി വരുന്നുണ്ട്. പക്ഷെ ഒരു ബുൾ മാർക്കറ്റിലോട്ട് വീണ്ടും എൻ്ററായി ഇല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ച് തുടങ്ങി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചെറിയൊരു പുൾ ബാക്ക് ആയിട്ട് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാവുള്ളൂ. മാർക്കറ്റ് ഇപ്പോഴും ഇൻഡെക്സ് നമ്മളുടെ 200 മൂവിങ് ആവറേജിന് മുകളിലാണ്. ഇനി നമ്മൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവൻ 50 മൂവിങ് ആവറേജിന് താഴെ ആയിരിക്കാം. ഓക്കെ, അതായത് നിഫ്റ്റി നിയർ 200 മൂവിങ് ആവറേജ് എത്തിയെങ്കിലും സ്മോൾ ക്യാപ്പൊക്കെ ജസ്റ്റ്
50 മൂവിങ് ആവറേജിന് മുകളിലോട്ട് കയറിയതേ ഉള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ്പും 50 മൂവിങ് ആവറേജിന് മുകളിലോട്ട് ജസ്റ്റ് എത്തിയതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 200-ലോട്ടൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തിരക്ക് കൂട്ടണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്തോളുക. നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങളൊരു ബിഗിനറാണ്, തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ആദ്യം 1-2 സ്റ്റോക്സ് ആഡ് ചെയ്യുക, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ പയ്യെ അടുത്ത പൊസിഷൻസ് ആഡ് ചെയ്യുക. അല്ലാതെ മാർക്കറ്റിൽ ഈ ഒരു റാലി കണ്ടിട്ട് മുഴുവൻ പൈസയും കൊണ്ടുപോയി, ഇപ്പോൾ നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് ചറവറ മൊത്തം മേടിക്കാതിരിക്കുക. ഫസ്റ്റ് ഒരു 2 lakhs ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെ പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞ് സ്റ്റേബിൾ ആയെന്ന് തോന്നിയാൽ അടുത്ത 2 lakhs ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പോർഷനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ചാടിക്കയറി ഡിസിഷൻ എടുക്കരുത്. മാർക്കറ്റിൽ ഇതൊരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടാണെങ്കിൽ ഇതൊരു ബെയർ ട്രാപ്പൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.